ഏഷ്യനെറ്റുമായിട്ടുള്ള അഭിമുഖത്തിൽ ഈ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലെ അതിജീവിത സിസ്റ്റർ റാണിറ്റ് അവര് ആദ്യമായിട്ടാണ് പേര് വെളിപ്പെടുത്തുന്നത്. പേരൊക്കെ വെളിപ്പെടുത്തി അവരുടെ പീഡന കഥ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ അതില് ഈ സർക്കാരിൻ്റെ ഒരു നിലപാടും കൂടി അതിലൊരു വിഷയമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 13 തവണ പീഡിപ്പിച്ചിട്ടുണ്ട്, 8 വർഷം അവർ പീഡനം സഹിച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കൈകളും കാലും കെട്ടിയ നിലയിലാണ് ഇപ്പോഴത്തെ ജീവിതം. ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. തയ്യൽ ജോലി ചെയ്താണ്, കന്യാസ്ത്രീ മഠത്തിൽ തയ്യൽ ജോലി ചെയ്താണ് അവർ 3 പേര് ജീവിക്കുന്നത്. കാരണം സിസ്റ്റർ റാണിറ്റിന്റെ കൂടെ 2 കന്യാസ്ത്രീമാരും നിന്നിരുന്നല്ലോ. അവരെ ഇപ്പോഴും പീഡിപ്പിക്കുന്നു വേറൊരു തരത്തിൽ എന്ന് പറയാം. അപ്പോൾ അവരും മറ്റ് 3 കന്യാസ്ത്രീകളും തയ്യൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. പണം വാങ്ങാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കന്യാസ്ത്രീകൾക്ക് എന്ന് പലരും പ്രചരിപ്പിച്ചു. ഫ്രാങ്കോ മുളയ്ക്കലിൽ നിന്നോ സഭയിൽ നിന്നോ ഒരു പൈസ പോലും പറ്റിയിട്ടില്ല, ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. ഒരു കന്യാസ്ത്രീക്ക് പ്രധാനമാണ് ചാരിത്ര ശുദ്ധി. അപ്പോൾ സഭയിൽ നിന്ന് ആ സമയത്തൊക്കെ ഇറങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ മടം ചാടി എന്നുള്ള പേര് വീഴും, സമൂഹം അങ്ങനെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റേ കീഴ്ക്കോടതി ഫ്രാങ്കോ മുളയ്ക്കലിനെ വിട്ടല്ലോ. രാമൻപിള്ള തന്നെയായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി അന്ന് ഹാജരായതും ഒക്കെ. അപ്പോൾ ജലന്ധർ ബിഷപ്പായിരുന്നു. അങ്ങനെ ബിഷപ്പായത് തന്നെയൊക്കെ അത്ഭുതമായിരുന്നു. കാരണം വത്തിക്കാനിൽ പോയി സ്വാധീനിച്ചിട്ടാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ആ പദവിയിൽ എത്തിയത്. അല്ലെങ്കിൽ ഇവിടുത്തെ എവിടെയെങ്കിലും ഒരു ബിഷപ്പാകേണ്ട ആള് എന്നുള്ള നിലയ്ക്ക് അതേപ്പറ്റിയും ഒക്കെ വിവാദങ്ങളുണ്ട്. എന്തായാലും ബിഷപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പീൽ ആണ്. അതിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനെ വെക്കണം എന്ന് ഇവർ 2 തവണ കോട്ടയം SP വഴി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അത് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് തള്ളി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ സിസ്റ്റർ റാണിറ്റ് നേരിട്ട് കണ്ട് അപേക്ഷ സമർപ്പിച്ചു. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഒന്നും ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇരയ്ക്കൊപ്പമാണ് എന്ന് സർക്കാർ പറയാറുണ്ട്. പക്ഷെ ആ വാക്ക് പ്രവൃത്തിയിൽ കൂടി കാണണമല്ലോ. ഞാൻ മരണം വരെ കന്യാസ്ത്രീ ആയിരിക്കും. പക്ഷെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിസ്റ്റർ റാണിറ്റ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചതിൽ സർക്കാർ എന്താണ് നടപടിയെടുക്കാത്തത് എന്നാണ് എൻ്റെ സംശയം. അതായത് ഈ ഫ്രാങ്കോയ്ക്ക് എതിരായ അല്ലെങ്കിൽ സഭയിൽ റിബലായിട്ട് നിൽക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് വേണ്ടി സർക്കാർ അങ്ങനെ സഹായം ചെയ്ത് കൊടുത്താൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി, സഭയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ കൊടുക്കാതിരിക്കുന്നത്? ഇനി അങ്ങനെ സർക്കാർ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും ന്യൂനപക്ഷങ്ങൾ UDF-നാണല്ലേ വോട്ട് ചെയ്യാൻ പോകുന്നത് മാഷേ. അതെ തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് സാർ. ഇപ്പോൾ ഈ സിസ്റ്ററിന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അത് എങ്ങനെയാണത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളൊക്കെ മനസ്സിൽ നിഷ്കളങ്കമായി തോന്നുന്ന ചില ചോദ്യങ്ങളുണ്ട്. 13 തവണ പീഡിപ്പിക്കപ്പെട്ടു, ഇവരെന്തെടുക്കുകയായിരുന്നു, എന്തേ ഒന്നും നിലവിളിക്കായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ നിസ്സാരമാക്കി കളയുന്ന അവരുടെ പക്ഷത്ത് നിന്ന് അവരനുഭവിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ഒന്ന്, സമ്പൂർണമായിട്ടും അവർ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായും ദൈവലോകത്തേക്ക് അയക്കപ്പെട്ട, അങ്ങനെ ഉണ്ടല്ലോ, ദേവലോകത്തേക്ക് അയക്കപ്പെട്ട മണവാട്ടിമാരാണ്. ദൈവത്തിന് നേർച്ച കൊടുത്തതാണ്. അവര് മഠത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ അത് ദൈവദോഷമാണ്. തിരിച്ചു വന്നാൽ കുടുംബം സ്വീകരിക്കില്ല. അതാണ് ഈ മഠം ചാടി എന്നൊരു പേര് ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയും ആഗ്രഹിക്കാത്തൊരു ദുഷ്പേരാണ്. കുടുംബം തള്ളിക്കളയപ്പോൾ സമ്പൂർണ്ണമായിട്ട് എന്ത് മാരകമായ പീഡനം, ഇപ്പോൾ കൊലപാതകം വരെ നടന്നാലും അല്ലെങ്കിൽ കൊലപാതകത്തിനേക്കാൾ മാരകമാണല്ലോ ഇവർക്ക് മാനഹാനി, അത് നടന്നാലും കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം, വല്ലാത്തൊരു സാഹചര്യമല്ല അത്. രണ്ടാമത്തെ ഒരു കാര്യം, സഭയ്ക്കകത്താണെങ്കിൽ പറഞ്ഞു പോയാൽ പിന്നെ അവള് പുറം ലോകം കാണൂല എന്നുള്ള അവസ്ഥ. 13 അല്ലേ ഈ സിസ്റ്റർ പറയുന്നത് കണ്ടില്ലേ? എന്തേ പുറത്ത് പറയാതിരുന്നത് വെച്ചാൽ പേടി കൊണ്ടാണ്. പ്രാണൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ജീവൻ നിലനിന്നിട്ടല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ട്
കൊല്ലപ്പെട്ടു പോകും, തട്ടിക്കളയുമെന്ന ഭയപ്പാട് തന്നെയാണ്. അഭയ കേസ് തൊട്ട് നമ്മളത് കണ്ടതാണല്ലോ. അതൊന്ന്. ഇനി ഈ കേസ്, ഇങ്ങനൊരു കേസ് വന്നാൽ ആരുടെ കൂടെയാണ് ഭരണകൂടം നിൽക്കേണ്ടത്? വേറൊന്നും വേണ്ട, ഒരു സഭയ്ക്കും എതിരായി നിൽക്കണ്ട. ഭരണകൂടം നിൽക്കേണ്ടത് ഇരയുടെ കൂടെയാണല്ലോ. ഇരയ്ക്ക് വേണ്ട ന്യായമായ രീതിയിൽ സുപ്രീം കോടതിയിലോ അപ്പീൽ പോരാട്ടങ്ങളോ അതിൻ്റെ കൂടെ നിന്നു കൊടുത്താൽ മതിയല്ലോ. അതിനുവേണ്ടി കൊടുക്കേണ്ട മിനിമം സഹായം ചെയ്തു കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുക്കണം, ചെവിക്കൊള്ളുന്നില്ല അത്രേ. SP മുഖേന അപേക്ഷിച്ചു, വേണ്ട. മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? ഇത് എന്തിനാണ്, ആരെ ബോധിപ്പിക്കാനാണ്? എനിക്ക് തോന്നുന്നു ഇതിൽ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സാധനം അതായത് ഒരു ഇര ഇപ്പോ മറ്റേ മുഖ്യമന്ത്രിയെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിയമപരമായി ചെയ്യാവുന്നത് അങ്ങ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് സഭയുടെ വികാരം ഇതിൽ എന്തായിരിക്കും, സഭയുടെ പിന്നീടുള്ള പെരുമാറ്റം നമ്മുടെ നേരെ എന്തായിരിക്കും എന്നൊക്കെയുള്ള ആ പേടിയോ വിറങ്ങലിപ്പോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും സാർ, ഇത് എപ്പോഴും പറ്റുന്നതാണ്. ഇത് ഒരു സമുദായത്തിലെ ഒരു കുറ്റവാളിയെ ശിക്ഷിച്ചാൽ എങ്ങനെയാണ് ആ സമുദായം മുഴുവൻ പിണങ്ങുന്നത്? കുറ്റവാളിയെ കുറ്റവാളിയായിട്ട് കാണാനുള്ള മനസ്സ് എല്ലാ സമുദായത്തിനും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലെ സമാനമായൊരു കേസായിരുന്നു കോഴിക്കോട് ഐസ്ക്രീം കേസ്. കോഴിക്കോട് ഐസ്ക്രീം കേസിൽ നമ്മുടെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ആര് കണ്ടെത്തിയ വഴിയാണെന്ന് അറിയില്ല, ആ ഡയറിയിൽ, ശ്രീദേവിയുടെ ഡയറിയിൽ പ്രമുഖനായ ഒരു ആത്മീയാചാര്യന്റെ പേര് കൂടി എഴുതി ചേർത്താണോ അല്ലെങ്കിൽ നേരത്തെ ഉള്ളതാവാം. അത് കൊണ്ടുപോയി EMS ഉൾപ്പെടെ, EMS തൊട്ട് നായനാർ വരെയുള്ളവരെ കാണിച്ചു. ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ ഇന്നയാളെയും കൂടി, അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മുസ്ലിം സമുദായം മുഴുവൻ പിണങ്ങും. ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അങ്ങനെ ഒരു സമുദായത്തിൻ്റെതാണ് കുറ്റവാളികളെ രക്ഷിക്കേണ്ട വല്ല ബാധ്യത ഏതെങ്കിലും സമുദായത്തിനുണ്ടോ? മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു കുറ്റവാളി, അവൻ എത്ര വലിയവനാവട്ടെ, അവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഈ നിയമവ്യവസ്ഥയോട് ബഹുമാനം തോന്നുകയല്ലേ ചെയ്യുക? മാത്രമല്ല അത്തരം കുറ്റകൃത്യങ്ങൾ ആര് ചെയ്താലും പിടിക്കപ്പെടുമെന്നൊരു സന്ദേശമല്ലേ കൊടുക്കുക? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താണ് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് പറ്റാത്തത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം. അത് എനിക്ക് തോന്നുന്നത് കന്യാസ്ത്രീകളുടെ കാര്യം പരമ കഷ്ടമാണ്. കാരണം ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ഈ സെമിറ്റിക് മതങ്ങൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്, പൗരോഹിത്യമുള്ള എല്ലാ മതങ്ങൾക്കും ഉണ്ട് ഈ പ്രശ്നം. അതിപ്പോ വഴിവിട്ട മാർഗത്തിൽ സഞ്ചരിക്കുന്ന എത്ര സന്യാസിമാരുണ്ട്? ആ സന്യാസിമാർ ശിക്ഷിക്കപ്പെട്ടാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ പാവങ്ങളായ ഭക്തന്മാരായ ഹിന്ദു സമൂഹം അതിന് ഉത്തരവാദിയാവുക? അങ്ങനെ കണ്ടാൽ പോരെ? ഇപ്പോ ഒന്നാലോചിച്ച് നോക്കും, പൊതുവെ ഈ പുരോഹിതന്മാർ ദൈവത്തിന്റെ പ്രതീകങ്ങളാണ്, ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. കർത്താവിന്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ കർത്താവിന് മാത്രമല്ല, ഈ കർത്താവിന്റെ പ്രതീകങ്ങളായിട്ട് ഈ പള്ളിമേടങ്ങളിൽ വിലസുന്ന പുരോഹിതന്മാർക്കും ഇവർ മണവാട്ടിമാരായി തീരണം എന്നൊരു സങ്കല്പം എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഇനി ഈ അവനവന്റെ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളെങ്ങനെ പുരോഹിതനാവുക? സ്വന്തം ദേഹത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ഇടയൻ ആവുക? എങ്ങനെയാണ് കുഞ്ഞാടുകളെ നിയന്ത്രിക്കുക? എങ്ങനെയാണ് സമൂഹത്തെ നിയന്ത്രിക്കുക? എങ്ങനെയാണ് അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായി തീരുക? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നില്ലേ? ഫ്രാങ്കോ മൂളക്കൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പാടുണ്ടോ? ആ രക്ഷപ്പെടുത്തിയ കൂട്ടത്തിൽ മറ്റു പല പ്രമുഖരായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ചിലർ കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ആ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരുടെ പേരിൽ. ആ പേരുകൾ നമുക്ക് ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർക്കൊക്കെ മറ്റെന്തിനേക്കാളും പ്രധാനം സമുദായത്തിലെ കുറ്റവാളികളാണോ രക്ഷപ്പെടുത്തണം എന്നാ ഗതി വന്നാൽ എന്താണ് സ്ഥിതി ആലോചിച്ചു? സഭ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കൂടെ കുറെ കാലം നിന്നതൊക്കെ മനസ്സിലാവും. പക്ഷെ സർക്കാർ എന്തിനാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കൂടെ നിൽക്കുന്നത്? സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇരക്കൊപ്പം എന്നാണല്ലോ. അവരൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു, അതിന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ട? തീർച്ചയായിട്ടും അങ്ങനെ നിന്നാൽ മാത്രമേ ഇന്നും നാളെയും ആ സമുദായത്തിൽ തന്നെ ചിന്തിക്കുന്ന മനുഷ്യര്, നീതിബോധമുള്ള മനുഷ്യര്, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ആ ഗവൺമെന്റിന്റെ കൂടെ ആ ഗവൺമെന്റ് ചെയ്ത ശരിയുടെ, അല്ലെങ്കിൽ തന്നെ ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 285 ശുപാർശയോ മറ്റോ ഉണ്ട്. ഞങ്ങള് അതിൻ്റെ അകത്ത് 3/4 ശുപാർശയും നടപ്പാക്കി എന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തില് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ക്രിസ്ത്യാനികൾ പോഴന്മാരാണെന്ന് വിചാരിക്കരുതെന്ന് ഇന്നലെ ദീപിക മുഖപ്രസംഗം എഴുതി കൃത്യമായിട്ടും ഏത് നടപ്പാക്കി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. അതിന്റെ പിന്നിലുള്ള താല്പര്യം വളരെ സിമ്പിൾ അല്ലേ? ഇപ്പൊ ഇന്ന് നല്ല വെളിപ്പെടുത്തലാണ്, ഇവർ നല്ല സമയത്താണ് നടത്തിയത്. ക്രിസ്ത്യാനികളിലെ ഇരകളോട് പോലും, ക്രിസ്ത്യാനികളുടെ ഇരകൾ ആരാവട്ടെ, ഇരകളോട് പോലും കൊടുക്കേണ്ട ന്യായമായ ഒരു ഭരണകൂടത്തിന്റെ നിയമാനുസൃതമായ സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നില്ല. JB കോശി റിപ്പോർട്ട് ഇത്രയും കാലം
ആ നാക്കിൻ തുമ്പത്ത് വന്നിട്ടില്ലല്ലോ. 3 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 3 കൊല്ലമായിട്ട് അട്ടത്തിരിക്കുകയില്ലേ, അദ്ദേഹത്തിന്റെ ഷെൽഫിലുണ്ടല്ലോ. എന്തേ ആ വാക്ക് ഇതുവരെ അദ്ദേഹത്തിന് നാവിൽ വരായത്? ഇലക്ഷന്റെ തലേന്ന് ഈ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന സകല ജനവികാരങ്ങളെയും മറികടന്നുകൊണ്ട് ഇനി മുതൽ ജെ ബി കോശി എന്ന് പറഞ്ഞൊരു വാക്കിട്ട് കൊടുക്കുക, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നല്ലാതെ ക്രിസ്ത്യൻ സമുദായത്തെ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ട് ആ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ശുപാർശകൾ ഉണ്ടല്ലോ, ആ ശുപാർശകളിൽ ഏത് നടപ്പാക്കി എന്ന് അദ്ദേഹം പറയട്ടെ. നടപ്പാക്കി എന്ന് പറഞ്ഞാൽ മതി. അതെ, അതാണ് അവരുടെ ആവശ്യം. ഏത് നടപ്പാക്കി എന്ന് പറയണം. അതെ, ആ ആവശ്യം നിലനിൽക്കുകയാണ് ഒരു അതിജീവിതയായ കന്യാസ്ത്രീ വന്ന് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എന്റെ കൂടെ നിങ്ങൾ നിന്നോ എന്ന് ഭരണകൂടത്തിന് ഉത്തരം പറയട്ടെ. അത് കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെയുള്ള ചോദ്യം മാത്രമല്ല, കേരളത്തിന്റെ മനസാക്ഷി ആ ചോദ്യത്തിന്റെ സകല കുന്തമുനകളും പിണറായി വിജയന്റെ നേരെ തന്നെയാണ് തൊടുക്കുന്നത്. ആ ഉത്തരം പിണറായി തന്നെയാണ് പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.